ഇവിടെ പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കേറുന്ന കാട്ടിലും ഇറങ്ങുന്ന തോന്നുന്നു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. നന്ദി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്നത് മരുത്തുമലയ്ക്കാണ്. അപ്പോൾ പോണ വഴിക്കും പോകുമ്പോഴും ഒരുപാട് ത്രില്ലിങ് എക്സ്പീരിയൻസ്, ഒരുപാട് സർപ്രൈസിങ് മൊമെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണേ. മരുത്തുമല പോകാൻ വേണ്ടി കുഴുത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറിയ. അപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് വരുന്നത് 10 രൂപയാണ് നാഗർകോവിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് പോണത്. എനിക്ക് ബസ്സിനെക്കാട്ടിലും കംഫർട്ടബിൾ ട്രെയിനാണ്, അതാണ് എപ്പോഴും ട്രെയിൻ ചൂസ് ചെയ്യുന്നത്. നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രോനെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, സുചീന്ദ്രൻ വിടാം, അവിടെ നിന്ന് ബസ് കയറി പോയാൽ മതി, അവിടെ നിന്ന് അടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. ഹലോ അണ്ണാ, മരുത്തമ്മല നിറയെ ദൂരം പോണോ? 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്ററാ? ഇങ്ങിരുന്നാ ശരി മാമ, താങ്ക്സ്. ബസ് ഡയറക്റ്റ്ലി മരുത്തുമലയ്ക്ക് പോവില്ല, പൊറ്റയടിയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇച്ചിരി നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൊറ്റയടിക്ക് ടിക്കറ്റ് എടുത്ത്. ഗായ്സ്, നമ്മൾ പൊറ്റയടി എന്നുള്ള സ്ഥലത്ത് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 1-1.5 കിലോമീറ്റർ ഉണ്ട് മരുത്തുമലയ്ക്ക്. ആ കാണുന്നതാണ് ആ മല, മലയുടെ ടോപ്പാണ്. നമ്മളിവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളുടെ എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ ചെറിയൊരു കൃഷ്ണനുണ്ട് ഇവിടെ, വിളക്കൊക്കെ കത്തിക്കും ഇവിടെ. അപ്പോൾ ഈ മല ഇരിക്കുന്നത് തറയിൽ നിന്ന് 1900 അടി ഹൈറ്റിലാണ്. അപ്പോൾ നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയെ മരുത്വ മല എന്നും മരുന്തുവാഴ് മല എന്നും പറയാറുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും 1-1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പോഴും കണ്ടില്ലേ, ഇവിടെ ഫുള്ളും മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. 153 എത്രയോ മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ടോട്ടലി. ഒരുപാട് നല്ല കുന്നലാണ് ഇരിക്കുന്നത്, ഒരുപാട് കയറ്റമുണ്ട്. സത്യം പറഞ്ഞാൽ ഇച്ചിരി ടയേർഡായി, ഇച്ചിരി അല്ല നല്ല പോലെ ടയേർഡായി. ഇനിയും ഒരുപാട് കയറാനുണ്ട്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇത്ര കയറ്റമാണെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടെന്ന സാധനങ്ങളൊക്കെ മറന്നു കേട്ടോ. എന്തൊക്കെ പറയണമെന്ന് പ്രിപ്പയർ ചെയ്തോന്നു എല്ലാം മറന്നു. ഇനി അറ്റം കയറിയാൽ മാത്രം മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ. എന്തായാലും നോക്കാം. ഇത് കടിക്കോ? ഇത് കടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റക്കടിയെ കടിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് ഗായ്സ്. ഇതൊക്കെ കാണുമ്പോൾ ഇച്ചിരി പേടിയാണ്. കാരണം ഇതിൻ്റെ സ്വഭാവം നമുക്കറിയില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പട്ടികളല്ലേ, അടുത്ത നാട്ടിൽ വരുമ്പോൾ പേടിക്കണം. മകളെ പാവമാണേ, ഒന്നും ചെയ്യല്ലേ. അങ്ങനെ നമ്മൾ തളരാതെ മുന്നോട്ട് നടക്കുകയാണ്. ഈ നമ്മളെന്ന് ഉദ്ദേശിച്ചത് എന്നെയാണ് കേട്ടാ. ഈ രാമരാവണ യുദ്ധകാലത്ത് ലക്ഷ്മണൻ എന്തോ നാഗാശ്രയമായിട്ട് ലക്ഷ്മൺ താഴെ വീണു. അപ്പോൾ ലക്ഷ്മണനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഹനുമാൻ ഹിമാലയത്തിൽ പോയി സഞ്ജീവനി മല എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഒരു ഭാഗം താഴെ വീണത്. അതാണ് മരുത്വമല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആഞ്ജനേയ ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഈ ക്ഷേത്രം 3000 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ അത്യാവശ്യം എല്ലാ വ്യൂവും കാണാൻ പറ്റും. ചുറ്റിലും മരങ്ങളും അറബിക്കടലര കാണാൻ പറ്റും. നമ്മൾ എത്തിയപ്പോൾ ഈ നട അടച്ചിട്ടുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വ്യൂ ഒക്കെ ഒന്ന് കാണാം. നല്ല വ്യൂ ആണ്, ചുറ്റിലും എല്ലാം കാണാൻ പറ്റും. ഇപ്പം കുറച്ച് മഞ്ഞ് പോലെയാണ്, മഞ്ഞടിച്ച് കിടക്കുന്നുണ്ട്. വ്യക്തമായിട്ട് എൻ്റെ കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റുന്നില്ല. ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഇതിന് ഇനി ഏറ്റവും മണ്ടയ്ക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ ഫുള്ള് നല്ല കാറ്റാണ്, ഇവിടെ ഫുള്ളും ഭയങ്കര കാറ്റാണ് ഗൈസ്, നല്ല കാറ്റ്. എനിക്കൊന്നും ഫുള്ളും ഈ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അതുപോലെ അഗസ്ത്യ മുനി, ഇവരൊക്കെ വന്നിട്ടുള്ള ഒരു മലയാണ് നമ്മുടെ മരുത്വമല.
പറയുമ്പോൾ ചരിത്ര പ്രസിദ്ധിയായ ഒരുപാട് ഒരുപാട് ഹിസ്റ്റോറിക്കൽ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. എനിക്കെല്ലാം ഒന്നും അറിയില്ല, എല്ലാം എന്നല്ല, എനിക്കൊരു ഇച്ചിരി 1% പോലും അറിയില്ല ഗൈസ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഒരു എന്താണ് ഒരു പോസിറ്റീവ്, ഈ കാറ്റിൽ പോലും ഒരു പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ, അങ്ങനെ ഇരിക്കാൻ തോന്നി. കണ്ടില്ലേ? ഇവിടെ നിന്നാൽ കന്യാകുമാരിയൊക്കെ കാണാം. കന്യാകുമാരി അറബിക്കടലാണ് അതാ കാണുന്നത്. എനിക്ക് പോലും കാണാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ക്ഷേത്രത്തിന്റെ താഴെ പോലെ ചെറിയൊരു മുറിയാണ്. അപ്പം ഈ മുറിയുടെ അകത്തിൽ നോക്കിയാലേ എല്ലാം കാണാൻ പറ്റുള്ളൂ. കണ്ടോ, അമ്മിക്കെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ അമ്മിക്കെല്ലാം തോന്നുന്നു. ഈ മുറിയുടെ ചെറിയ ജനലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജനാല വഴി ഈ ഫുൾ വ്യൂ നമുക്ക് കാണാം. പിന്നെ ഇവിടെ അമ്മിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അമ്മിക്കല്ലേ, പഴയ അമ്മിക്കല്ലാണ്. ഇവിടെ ശിവന്റെയും പാർവതിയുടെയും ഒരു പടം വരച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പറയണമെന്നാണ് വന്നത്, പക്ഷെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അത്രത്തോളം മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇവിടെ വിസിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നട അടച്ചിട്ട് രാവിലെ വന്നാൽ നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ കാറ്റും ഈ പ്രകൃതിയും ഈ മുറിയും എല്ലാം. ഇനി കുറച്ചു നേരം വിശ്രമം. ഫുള്ള് മെഡിസിൻ പ്ലാന്റ്സ് ആണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാം എത്ര 153 തരം മെഡിസിൻ പ്ലാന്റ്സ്. പിന്നെ ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ചെറിയ കുളമൊക്കെ കാണാം. ഇതിനകത്ത് നീർക്കോലി ഉണ്ടെന്നൊക്കെ പറയുന്നു, അറിയില്ല. നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ടോപ്പ് എത്താൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഇപ്പം തന്നെ മണി 3:30-4 മണി ആവാറായി. ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് കയറാൻ തുടങ്ങിയത്. രാവിലെ വരണമായിരുന്നു. ഇത് കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ കയറാൻ ഭയങ്കര പാടാ. എന്തായാലും വീണ്ടും മുന്നോട്ട്. ഏറ്റവും ടോപ്പിലൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പം തന്നെ സമയം 4:30 മണി കഴിയും. ഇനി പോകണമെങ്കിൽ നേരെ ഇരുട്ടെ ഒന്നും ലൈറ്റോ ഒന്നുമില്ല. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്, ഇരുട്ടിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയാണ് ഇറങ്ങിയ ആൾക്കാർ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാലും പുതിയ സ്ഥലമാണ്, ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ട്. പേടിയില്ലെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി പേടിയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പറ്റുന്നിടത്തോളം കയറാം. ഇവിടെ പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് ധൈര്യത്തിലാണ് ഞാൻ പോകണമെന്നറിയില്ല. എന്നാലും പോണവരെ പോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. താഴെ ഇറങ്ങിയ ആൾക്കാർ പറയാണ് 8:30 കയറാൻ തുടങ്ങിയതാണ്. അവരിപ്പോഴാണ് ഇറങ്ങിയത്. 4 മണി 4:30ക്കാണ് ഇറങ്ങിയത്. അത്രത്തോളം ഉണ്ട്. തീരും എന്ന് വിചാരിക്കും, പക്ഷെ തീരില്ല. ഒരുപാട് കയറാനുണ്ട്, ഒരുപാടുണ്ട്. കുത്തനെ കിടക്കുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇങ്ങനെ കുത്തറ കിടക്കാണ്. കാണുമ്പോഴൊക്കെ എളുപ്പമാണ്, കയറുമ്പോഴേ അതിൻ്റെ പാടറിയാവും. കയറാനും ഇറങ്ങാനും നല്ല പാടെന്നാ തോന്നുന്നു. നീ ഇറങ്ങുമ്പോൾ അറിയാം. ஆமா, அங்க 1/2 கிலோமீட்டர் தான் இருக்கும். அந்த ஹனுமான் கோவில் தானே? ஆமா, 1/2 കിലോമീറ്റർ தான் இருக்கும். എന്തായാലും ഏറ്റവും മുകളിൽ നമ്മൾ കയറുന്നില്ല, അതിനുള്ള സമയമില്ല. 4:30 മണി കഴിഞ്ഞു. 6 മണിയാകുമ്പോൾ ഇരുട്ടും. റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അഡ്വഞ്ചേഴ്സൊക്കെ ആണ്, പക്ഷേ ഭയങ്കര റിസ്ക് എടുത്തിട്ടുള്ള കളിയൊന്നുമില്ല. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസിനായിരുന്നു.
ഇനി ഒരു ദിവസം ഇതിനു വേണ്ടി രാവിലെ വരണം ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും എന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. ഞാൻ ഇങ്ങനെ മുകളിൽ കയറി വന്നപ്പം ഒരു ചേട്ടനും ചേച്ചിയും, കല്യാണം കഴിഞ്ഞ ചേട്ടനും ചേച്ചിയാണ്, എനിക്ക് ഈ കപ്പലണ്ടി തന്നു. കഴിക്ക് കപ്പലണ്ടിയും തന്ന് ഈ ഒരു കടലയും തന്നു. എന്നാലും കഴിച്ചിട്ട് കയറി. അവരെ എൻ്റെ നമ്പർ വാങ്ങിച്ചു, എൻ്റെ നമ്പർ അവൾ കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്നൊക്കെ പറഞ്ഞു. ഈ സ്നേഹവും കരുതൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ എന്നെ ആരെന്നവരും അറിഞ്ഞൂടാ അവർക്ക്. പക്ഷേ ആ ഒരു വാക്കും എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ്. ഞാൻ വീഡിയോയിൽ എടുക്കാന്നുള്ളപ്പോൾ അവർ വീഡിയോയിൽ മുഖം കാണിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വരണം. അഡ്വഞ്ചർ സ്പോട്ടാണ്. പിന്നെ റിസ്ക് എന്തായാലും ഒരുപാട് റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കരുത്. നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം. നമ്മളെ സേഫ്റ്റി കഴിഞ്ഞിട്ട് ബാക്കി എന്ത്. അതെവിടെ പോയാലും അങ്ങനെയാണ്. എവിടെ പോയാലും ആദ്യം സേഫ്റ്റി. ഞാൻ അതേ നോക്കാറുള്ളൂ. കാരണം ചോര ഉണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലേ? അതുപോലെയൊക്കെ തന്നെ ചിത്രാൽ ജെയിൻ ടെമ്പിളിലൊക്കെ നിസ്സാരം പോലെ കയറിയിട്ടുണ്ട്. അവിടെ കയറി ശീലിച്ച് ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത്. ഇവിടെയും നിസ്സാരം കയറാൻ പറ്റുമെന്ന്. നമുക്ക് തെറ്റിപ്പോയില്ല, പറ്റും. പക്ഷെ സമയം. പിന്നെ ഇവിടെ നമ്മുടെ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അതുപോലെ ഒരുപാട് വലിയ വലിയ മഹാന്മാർ വന്ന് ധ്യാനിച്ച സ്ഥലമാണ് ഇവിടെ. ഒരുപാട് പേര് എൻലൈറ്റ് ആയ സ്ഥലമാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും, ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. വരാം. ചരിത്ര പ്രശസ്തമായ ഒരു മലയാണ് ഈ മരുത്വ മല. ഇതിൻ്റെ യഥാർത്ഥ പേര് തന്നെ മരുന്ന് വാഴും മല എന്നാണ്. എന്ന് വെച്ചാൽ മരുന്നുകൾ ജീവിക്കുന്ന മല എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണ്. ഒരുപാട് മരുന്നുകളും ഇവിടെ കയറിയപ്പോൾ തന്നെ ആരൊക്കെയോ എന്നെ സഹായിക്കുന്ന പോലെ ഒരു ഫീലാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു വലിയ പഴയ മീൻസ് നമ്മളെ കാരണവന്മാരും അവരൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതുപോലെ വിശുദ്ധ ഇസ്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഹമ്മദ് നബി അദ്ദേഹം മെക്കയിലുള്ള ഹീറ മലയിൽ നിന്നാണ് എൻലൈറ്റ്മെന്റ് ആയത്. അതുപോലെ ജീസസിന് നമ്മുടെ പാലസ്തീനിൽ നിന്നാണ് എൻലൈറ്റ്മെന്റ് ആയത്. ഇതുപോലെ ഒരുപാട് വലിയ വലിയ ആൾക്കാർക്ക് ഇങ്ങനത്തെ വലിയ വലിയ മലകളിൽ നിന്നാണ് എൻലൈറ്റ്മെന്റ് ആയിട്ടുള്ളത്. ഇതുപോലെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന്. അതാണ് പറഞ്ഞ് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. സത്യം പറഞ്ഞാൽ കയറുന്നക്കാട്ടിലും ഇറങ്ങുന്ന ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നേട്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് കുറച്ച് ഇറങ്ങാം. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റി, പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, സഹായിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റി. ഞാൻ എടുത്ത കാര്യങ്ങൾ എത്രത്തോളം ക്യാമറയിൽ ക്ലിക്കായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുമ്പം കാണാം നമ്മൾ അഗസ്ത്യ മുനി, ചട്ടമ്പി സ്വാമി, നമ്മുടെ നാരായണ ഗുരു, പിന്നെ നമ്മുടെ വിഷ്ണു. ഈ ചേട്ടൻ്റെ കടയിലാണ് മോര് വാങ്ങിച്ചത്. നിങ്ങൾ കയറുമ്പം എന്തായാലും ഇവിടെ നിന്ന് മോര് വാങ്ങണം. നല്ലതാണ്, കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നെല്ലിക്ക മാങ്ങ എല്ലാം മോര്, നെല്ലിക്ക, മാങ്ങ എല്ലാം ഇവിടെ കിട്ടും. എന്നുള്ള കടയാണ്. വിലയും കുറവാണ്. ഇത് ജസ്റ്റ് 20 രൂപ ഉള്ളൂ. എന്തായാലും എനിക്ക് നല്ല വെള്ളം ദാഹിച്ചിരുന്നു ഗൈസ്. ഇത് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമാണ്. യൂട്യൂബ് ഗൈസ്, ഈ മലയെക്കുറിച്ച് ചേട്ടൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മലയാണ്. സായിമാരും സിസ്റ്ററുകളും സന്യാസിമാരും എല്ലാരും വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നല്ല ഒരു എന്താ ഗൈസ്, അതുപോലെ ഇവിടെ രുദ്രാക്ഷം, അതുപോലെ മാലകൾ, ഒരുപാട് മാലകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വന്ന് സമയം കിട്ടുവാണെങ്കിൽ വന്ന് ഇതൊക്കെ നോക്കണം. ഈ ചേട്ടന്റെ പേരെന്താണ്? മണിയുണ്ട്. ശരി, എന്നാ നമുക്ക് കാണാം. ഓക്കെ. ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു ഭാര്യ ഭർത്താവും ചോദിച്ചു യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ്. അപ്പം ഇവിടെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അറിയില്ല, നമ്മൾ ഫേമസ് ആണോ ഗൈസ്? എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ മോര് കുടിച്ചപ്പോഴാണ് സീരിയസ്ലി നല്ല സ്റ്റാമിനയാണ്. കൊള്ളാം, നല്ല മോര. ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് സൂപ്പർ. താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തൊരു ആശ്വാസം പോലെ. താഴത്തെ കടയിൽ നിന്ന് സോഡ ലൈം കുടിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു.
ഈ സാറാണ് നമ്മളെ കൊണ്ടുവിട്ടത് അവിടെ നിന്ന് മരുത്തോമല ഇതുവരെ ജംഗ്ഷൻ വരെ. അപ്പോൾ സാർ ரொம்ப നന്ദി. பார்க்கலாம். സാറിനെയും രാജകുമാർ. രാജകുമാർ. ശരി, ഓക്കെ. മേശ്ശേരി. മേശ്ശേരിയാണ് സാറ്. അപ്പോൾ സാറോടെ വീടെങ്ക എറണാകുളം വരെ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി സാർ, பார்க்கலாம். ബൈ. പുള്ളി എന്നെ ബൈക്കിലും കൊണ്ടുവിട്ട് ബസ് കയറ്റി വിട്ടിട്ട് പോകുന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനുഷ്യരെ ഇവിടെ ഉണ്ട്. രാജകുമാരൻ എന്ന പുള്ളിയുടെ പേര്. ஹெல்ப் பண்ணமில்ல. ஹெல்ப் அந்த ஹெல்ப் இதுதான் வேறு. நான் எதிர்பார்க்க மாட்டேன். எனக்கு ஒரு தொழில் செத்தனார். ആരോട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന പുള്ളി പറയുന്നത്. പുള്ളിയാണ് എനിക്ക് വേണ്ടി ബസ് നിർത്തി തന്നത്. അങ്ങനെ ബസ് കയറി വീണ്ടും നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം.